പഴമക്കാരുടെ കോഴിക്കോട്ടെ ശനി ഇന്ന്. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേദിവസമായ ശനിയാഴ്ച ലാസറിനെ ഉയർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴുക്കട്ട പലഹാരം ഉണ്ടാക്കും. കൊഴുക്കട്ട പലഹാരം വർഷത്തൊരിക്കൽ മാത്രമാണ് വീടുകളിൽ ഉണ്ടാക്കുക പതിവ്. പലഹാരത്തിന് ഐതിഹ്യങ്ങളേറെയാണ്. പെസഹയ്ക്ക് മുമ്പ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും കല്ലറയിൽ മരിച്ചു കിടന്ന ലാസറിനെ ഉയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയുമാണ് നോമ്പിന്റെ 41-ാം ദിവസം കൊഴുക്കട്ട ശനിയാഴ്ചയായി ക്രൈസ്തവർ ആചരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. നനച്ച അരിമാവ് ഉപയോഗിച്ച് കലയുടെ ആകൃതിയിൽ കുഴച്ച് അതിൽ ചിരുകി തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വീടുകളിൽ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്ന ഒരു പരമ്പരാഗതമായ ആചാരമാണ്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പെത്രത്വം ഞായറാഴ്ച കള്ളപ്പം, പാൽനോമ്പ് ദിവസം ഉണ്ടാക്കുന്ന ഇണ്ടിയരപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവ ക്രൈസ്തവരുടെ ഇടയിൽ ഏറെ സവിശേഷതയാണ്.